സ്മാർട്ടായി. കോട്ടയം മണിമലയിൽ കാണാതായ 76-കാരിയുടെ മൃതദേഹം കണ്ടെത്തിയത് കളത്തിപ്ലാക്കൽ സ്വദേശി ഓമനയുടെ മൃതദേഹം. ഓർമ്മക്കുറവുള്ള ഓമന 6ന്റെ പടവുകൾ ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. തൃശൂരിൽ 1 വയസ്സുകാരൻ തോട്ടിൽ വീണു മരിച്ചത് തൃപ്രയാർ ബീച്ച് സ്വദേശി മുഹമ്മദ് റയാൻ. കുട്ടി വീണത് വീട്ടിനു മുന്നിലെ വെള്ളക്കെട്ടിൽ. മുളങ്കൂട്ടം വീണടഞ്ഞ തൃശൂർ എളവള്ളിയിലെ കണ്ടപ്പൻ ചീർപ്പ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കി. കണ്ടപ്പൻ ചീർപ്പ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിൻ ഫ്രണ്ടിയൂർ തോടിനു കുറുകെ. നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്ന് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, വയനാട് ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ്. മലപ്പുറം നിലമ്പൂരിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. മുണ്ടേരി തണ്ടൻകൽ കോളനിയിലെ രാജേഷിനാണ് പരിക്കേറ്റത്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ മണലൂർ ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച പണിക്കർ റോഡിന്റെ ഉദ്ഘാടനം TN പ്രതാപൻ MP നിർവഹിച്ചു. ചടങ്ങിൽ പ്രദേശത്തെ 200 കർഷകർക്ക് ചന്ദന തൈ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ MP ആദരിച്ചു. തൃശൂർ വെങ്കിടങ്ങിൽ വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് ഒരാൾ മരിച്ചത് ബംഗാൾ സ്വദേശി ഹമറുള്ള ഹാരിസ്. മാങ്ങ പറിക്കുന്നതിനിടെ വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേൽക്കുകയായിരുന്നു. തൃശൂർ വെങ്കിടങ്ങിൽ വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് ഒരാൾ മരിച്ചത് ബംഗാൾ സ്വദേശി ഹമറുള്ള ഹാരിസ്. മാങ്ങ പറിക്കുന്നതിനിടെ വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേൽക്കുകയായിരുന്നു. ഇടുക്കി പീരുമേട് താലൂക്കിലെ തേയിലത്തോട്ടങ്ങളിലെ ലയങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി INTUC. പോപ്സ് എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികൾക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും ഉടൻ നൽകണമെന്നാവശ്യം. മലപ്പുറം മൂർക്കടവ് പുഴയിലേക്ക് ചാടിയ അബ്ദുൾ ജലീലിനായി തിരച്ചിൽ തുടരുന്നു. തിരച്ചിലിനായി ചാലിയാർ റെഗുലേറ്റർ ബ്രിഡ്ജിന്റെ ഷട്ടർ അടച്ചിട്ടു. ജീവനൊടുക്കുമെന്നറിയിച്ച് ബന്ധുക്കൾക്ക് സന്ദേശം അയച്ചതായി മകൻ വ്യക്തമാക്കി. അബ്ദുൾ ജലീലിന്റെ പേഴ്സും ഫോണും ചെരുപ്പും പുഴയ്ക്ക് സമീപത്തുനിന്ന് കണ്ടെത്തി. വയനാട് മീനങ്ങാടിയിൽ MDMAയുമായി യുവാവ് പിടിയിലായത് കണ്ണൂർ കാടച്ചിറ സ്വദേശി സുഹൈർ. ഇയാളിൽ നിന്നും പിടികൂടിയത് 113 ഗ്രാം MDMA. കൊല്ലം കരുനാഗപ്പള്ളിയിൽ 15 ലിറ്റർ വാറ്റുചാരായവും 210 ലിറ്റർ കോടയും പിടികൂടിയത് തെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപന ദിവസം വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ചാരായം. കുഴിത്തുറമുറിയിൽ സ്വദേശി സതീഷിനെതിരെ കേസ്.